Hi friends, welcome to my YouTube channel Vijaya Mandra. സൈബർ ക്രൈമിനെ കുറിച്ചുള്ള ആദ്യ വീഡിയോയിൽ ട്രോളുകളിലൂടെയാണ് നമ്മൾ സൈബർ ക്രൈംസിനെ കുറിച്ച് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ വളരെ രസകരമായി ട്രോളുകളിലൂടെ തന്നെയാണ് ഈ വീഡിയോയിലും സൈബർ ക്രൈംസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. The first one is pornography. എന്താണ് സൈബർ പോണോഗ്രഫി? ഇന്റർനെറ്റ് വഴി അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുക, അതിനെയാണ് സൈബർ പോണോഗ്രഫി എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് വഴി സെക്ഷുവൽ വീഡിയോസ്, സെക്ഷുവൽ ഇമേജസ് ഇവയൊക്കെ പ്രചരിപ്പിച്ചാൽ സൈബർ പോണോഗ്രഫി എന്ന് പറയാം. സ്പ്രെഡിംഗ് ഒബ്സീൻ മെറ്റീരിയൽസ് ഓവർ ഇന്റർനെറ്റ്, that is called cyber pornography. The next one is cyber terrorism. Cyber terrorism. എന്താണ് സൈബർ ടെററിസം? കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഇന്റർനെറ്റ് ഉപയോഗിച്ചോ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഇന്റർനെറ്റ് ഉപയോഗിച്ചോ നടത്തുന്ന തീവ്രവാദത്തെ സൈബർ ടെററിസം എന്ന് പറയാം. The terrorist activity done by using computer, internet, etc. That is called cyber terrorism. The next one is the cyber crime mostly done by using email. First one, email bombing. First one, email bombing. എന്താണ് ഇമെയിൽ ബോംബിംഗ്? ഒരു പ്രത്യേക ഇമെയിൽ അഡ്രസ്സിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധി ഇമെയിലുകൾ തുടർച്ചയായി ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഇമെയിൽ അഡ്രസ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം ഇമെയിലുകൾ അയക്കുകയാണെങ്കിൽ അതിനെ ഇമെയിൽ ബോംബിംഗ് എന്ന് പറയാം. സെൻഡിങ് ലാർജ് നമ്പർ ഓഫ് ഇമെയിൽ ടു സ്പെസിഫിക് ഇമെയിൽ അഡ്രസ്, ദാറ്റ് ഈസ് കോൾഡ് ഇമെയിൽ ബോംബിംഗ്. ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് തന്നെ നിരവധി ഇമെയിലുകൾ അയക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഇമെയിൽ ബോംബിംഗ് എന്ന് പറയാം. The second one is email spoofing. Email spoofing. ഒരു ഇമെയിൽ അയച്ചത് ഒഫീഷ്യൽ അഡ്രസ്സിൽ നിന്നാണ് എന്ന് തോന്നിക്കുമെങ്കിലും ആക്ച്വലി അത് അയച്ചത് ഒരു ഫേക്ക് റിസോഴ്സിൽ നിന്നാണ്. അതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഒരു ഇമെയിൽ അയച്ചത് ഒഫീഷ്യൽ അഡ്രസ്സിൽ നിന്നാണ് തോന്നിക്കും, പക്ഷേ അയച്ചത് വ്യാജന്മാരായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ് ചോർത്തിയെടുക്കും, അതുപയോഗിച്ച് ഫേക്ക് മെസ്സേജുകൾ ആ കമ്പനിയുടെ പേരിൽ തന്നെ അയക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. The email appears to have been originated from official address, but it is actually sent from another source. That is called email spoofing. The next one is email spamming. Email spamming. എന്താണ് ഇമെയിൽ സ്പാമിംഗ്? നമുക്കറിയാം, നമ്മുടെ മൊബൈലുകളിലേക്കൊക്കെ നിരവധി അനാവശ്യ മെസ്സേജുകൾ വരാറുണ്ട്. അനാവശ്യ കൊമേഴ്ഷ്യൽ മെസ്സേജസ്. അത്തരത്തിലുള്ള അനാവശ്യ മെസ്സേജുകൾ ഇന്റർനെറ്റ് വഴി വിവിധ ഇൻബോക്സുകളിലേക്ക് അയക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, എന്താണ് സ്പാം മെസ്സേജസ്? അൺവാണ്ടഡ് മെസ്സേജസിനെയാണ് സ്പാംസ് എന്ന് പറയുന്നത്. ദ ജങ്ക് ഇമെയിൽസ് ആർ കോൾഡ് സ്പാം. The next one is hacking. എന്താണ് ഹാക്കിംഗ്? ഇത് വളരെ സുപരിചിതമായിട്ടുള്ള സൈബർ ക്രൈമാണ്. ഒരു കമ്പ്യൂട്ടറിലേക്ക് അനധികൃത
ആക്സസ് നടത്തുന്നു, അതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷ ഭേദിച്ച് അതിലേക്ക് അനധികൃത ആക്സസ് നടത്തുന്നു, അതിനെ എന്തെന്ന് പറയാം? ഹാക്കിംഗ് എന്ന് പറയാം. Unauthorized access to private computers, that is called hacking. കമ്പ്യൂട്ടറുകളിലേക്ക് അനധികൃത ആക്സസ് നടത്തിയാൽ ഹാക്കിംഗ് എന്ന് പറയാം. The hacking is done by hackers. ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് ഹാക്കേഴ്സ് എന്ന് പറയാം. ഇവരെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഫസ്റ്റ് വൺ, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്? ഒരു നല്ല ലക്ഷ്യത്തിനായിട്ട് ഹാക്ക് ചെയ്യുന്നവരെ എന്തെന്ന് പറയാം? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. ഒരു നല്ല ലക്ഷ്യത്തിനായി ഹാക്ക് ചെയ്യുന്നു എങ്കിൽ അവരെയാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും പറയാറുണ്ട്. They are also called ethical hackers. The terminology used by the white hat hackers to prevent the cyber attack is kill switch. The terminology used by the white hat hackers to prevent the cyber attack is kill switch. സൈബർ അറ്റാക്കുകൾ ചെറുക്കുന്നതിനായിട്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് കിൽ സ്വിച്ച്. സൈബർ അറ്റാക്കുകൾ ചെറുക്കാൻ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഒരു ടെർമിനോളജി ഉപയോഗിക്കുന്നു, അതിൻ്റെ പേര് കിൽ സ്വിച്ച്. The next one is black hat. എന്താണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്? ഇത് വൈറ്റ് ഹാറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ കുറ്റകരമായ ലക്ഷ്യത്തോടുകൂടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത്. ദ ഹാക്കിംഗ് ഡൺ ഫോർ ക്രിമിനൽ പർപ്പസ്. അവരെ എന്തെന്ന് പറയാം? ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയാം. ദുരുദ്ദേശത്തിന് വേണ്ടി മാത്രം ഹാക്ക് ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ദ നെക്സ്റ്റ് വൺ, ഗ്രേ ഹാറ്റ്. എന്താണ് ഗ്രേ ഹാറ്റ്? ഇവർ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിനായിട്ട് ഹാക്ക് ചെയ്യും, ചില സമയത്ത് ദുരുദ്ദേശത്തിനായിട്ട് ഹാക്ക് ചെയ്യും. അവരെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. ചില സമയം നല്ല ഉദ്ദേശത്തിനായിട്ട് ഹാക്ക് ചെയ്യും, ചില സമയം ദുരുദ്ദേശത്തിനായിട്ട് ഹാക്ക് ചെയ്യുന്നു. അവരെ എന്തെന്ന് പറയാം? ഗ്രേ ഹാറ്റ് എന്ന് പറയാം. They do hacking sometimes for good purpose, sometimes for bad purpose. They seems sometime good, sometime bad. അവരെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. The next one is neophyte. The next one is neophyte. എന്താണ് നിയോഫൈറ്റുകൾ? ആദ്യമായിട്ട് ഹാക്ക് ചെയ്യാൻ തുടങ്ങുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? നിയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. The beginner hacker is called neophyte. Someone who is new to hacking, they are called neophyte. ആദ്യമായിട്ട് ഹാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അവരെയാണ് എന്തെന്ന് പറയുന്നത്? നിയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. The next one is hacktivist. The next one is hacktivist. ഒരു ആശയപ്രചരണത്തിനായിട്ട് മാത്രമാണ് ഹാക്ക് ചെയ്യുന്നുവെങ്കിൽ അവരെ എന്തു പറയാം? ഹാക്ടിവിസ്റ്റുകൾ എന്ന് പറയാം. ഒരു ആശയപ്രചരണം മേ ബി എന്താവാം? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആശയമാവാം, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആശയമാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആശയമാകാം. അത്തരത്തിൽ ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഹാക്ക് ചെയ്യുന്നുവെങ്കിൽ അവരെയാണ് എന്തെന്ന് പറയുന്നത്? ഹാക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ആശയ പ്രചരണത്തിനായിട്ട് ഹാക്ക് ചെയ്താൽ അവരെ ഹാക്ടിവിസ്റ്റുകൾ എന്ന്
പറയാം. ഒരു നല്ല ഉദ്ദേശത്തിനായിട്ട് ഹാക്ക് ചെയ്താൽ വൈറ്റ് ഹാറ്റ്. ഒരു ദുരുദ്ദേശത്തിനായിട്ട് ഹാക്ക് ചെയ്താൽ ബ്ലാക്ക് ഹാറ്റ്. ചില സമയം നല്ല ഉദ്ദേശത്തിന് വേണ്ടി ഹാക്ക് ചെയ്യുന്നു, ചില സമയം ദുരുദ്ദേശത്തിന് വേണ്ടി ഹാക്ക് ചെയ്യുന്നു. അവരെ എന്തെന്ന് പറയാം? ഗ്രേ ഹാറ്റ് എന്ന് പറയാം. ആദ്യമായിട്ട് ഹാക്ക് ചെയ്യാൻ തുടങ്ങുന്നവരെ നിയോഫൈറ്റ്സ് എന്ന് പറയാം. ഒരു ആശയ പ്രചരണത്തിന് വേണ്ടി മാത്രം ഹാക്ക് ചെയ്താൽ ഹാക്ടിവിസ്റ്റ്.